പേരക്കുട്ടികളുമായി സൈക്കിളിലെത്തുന്ന മുത്തച്ഛന്മാരെ ആദരിച്ചു. പഴഞ്ഞിമാർ ബസേലിയോ സ്കൂളിൽ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്തരീക്ഷ മലിനീകരണ ബോധവൽക്കരണം, ആരോഗ്യമുള്ള ജീവിതശൈലി പ്രോത്സാഹിക്കുക എന്നീ ലക്ഷ്യത്തിൽ സൈക്കിളിലെത്തുന്ന മുത്തച്ഛന്മാരെ അനുമോദിക്കുകയും പരിസ്ഥിതി സൗഹൃദ യാത്രയും സംഘടിപ്പിച്ചു. സജീവമായ ജീവിതത്തിന് മാതൃകയായ മുതിർന്ന പൗരന്മാർക്ക് സമൂഹം നൽകുന്ന ആദരവിന്റെ അപൂർവ നിമിഷങ്ങളായിരുന്നു ഏറെ മാതൃകാപരമായ ഈ അനുമോദന ചടങ്ങ്. ദിവസേന സൈക്കിൾ ഉപയോഗിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ഇന്ധന ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കുവാനും വലിയ സംഭാവന ചെയ്തേക്കാമെന്ന സന്ദേശവും അവർ പങ്കുവച്ചു. വയസ്സെന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ്, മനസ്സാണ് യുവത്വം നിശ്ചയിക്കുന്നത് എന്ന ആത്മവിശ്വാസഭരിതമായ വാചകത്തോടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് പുതുതലമുറയ്ക്ക് കൂടുതൽ ഹൃദയസ്പർശിയായി. ആരോഗ്യകരമായ സമൂഹ നിർമ്മാണത്തിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനും വാഹനങ്ങളിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കി ഇത്തരത്തിലുള്ള സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ ഈ പരിപാടി ഏറെ സഹായകമായി. കുഞ്ഞിപ്പ ടി കെ, ഹസൻ, സക്കറിയ കെ, എഡിസൺ കെ, ബേബി പി വി, രവി പി എം, രാജൻ പി ജെ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പ്രധാന അധ്യാപകൻ ശ്രീ ജീബ്ലസ് ജോർജ് സൈക്കിൾ സവാരി ചെയ്യുന്ന മുത്തച്ഛന്മാരെ പൊന്നാട നൽകി ആദരിച്ചു. അധ്യാപകരായ ലിനറ്റ് ആന്റണി, സിസി കെ ടി, പോൾ ഡേവിഡ്, നിസ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. പഴഞ്ഞിപ്പള്ളി കത്തീഡ്രൽ ബൈബിൾ ക്ലാസിന്റെ കൺവെൻഷൻ ഇന്ന് 7 മണിക്ക് ഉദ്ഘാടനം ചെയ്തത് സൈമൺ വാഴപ്പള്ളി അച്ഛനാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറലായ ഡോക്ടർ വർഗീസ് അച്ഛനാണ്. അതിനുശേഷം 65 വർഷം സൺഡേ സ്കൂൾ അധ്യാപകനായി വിരമിച്ച ശ്രീമാൻ AI അബ്രഹാം മാഷെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. 9 മണിയോടെ സ്നേഹവിരുന്ന് നടത്തി ഇന്നത്തെ കൺവെൻഷൻ അവസാനിച്ചു. ചാലിശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. ചാലിശ്ശേരി ഹൈസ്കൂൾ ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുധീഷ് കുമാർ ടി കെ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി KA പ്രയാൺ, 15 വാർഡ് സ്ഥാനാർത്ഥി ആനി വിനു, 14 വാർഡ് സ്ഥാനാർത്ഥി A വിജയൻ എന്നിവർ പങ്കെടുത്തു. സ്ഥാനാർത്ഥികൾ ജനങ്ങളെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ കേൾക്കുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പര്യടനത്തിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം സ്മൃതി സി, 15 വാർഡ് കൺവീനർ KG സണ്ണി, സൈമൺ, വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കീഴൂർ പൂരത്തിനിടെ യുവതി കുഴഞ്ഞു വീണു. കീഴൂർ സ്വദേശിനി രഞ്ജിമയാണ് കുഴഞ്ഞു വീണത്. ഇന്നലെ വൈകിട്ട് 4:30 സംഭവം. പൂരം കാണാനെത്തിയ യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ യുവതിയെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കീഴൂർ പൂരത്തിനിടയിൽ തിളച്ചെണ്ണ ശരീരത്തിലേക്ക് വീണ് 3 പേർക്ക് പരിക്കേറ്റു. കടയിലെ ജീവനക്കാരൻ അഞ്ഞൂർ സ്വദേശി മുണ്ടന്തറ വീട്ടിൽ മോഹനൻ,
കച്ചേരിപ്പടി സ്വദേശി ചേറ്റാട്ടിപ്പറമ്പിൽ വീട്ടിൽ സാബിത്ത്, വടക്കേക്കാട് സ്വദേശി നാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഭവം. അമ്പലത്തിന് സമീപത്തെ റോഡ് സൈഡിലെ ബജ്ജിക്കടയിൽ നിന്നാണ് 3 പേർക്കും എണ്ണ തെറിച്ച് പൊള്ളലേറ്റത്. മഴ പെയ്തതോടെ ജനറേറ്റർ ഓഫാക്കുന്നതിനിടെ ബജ്ജിക്കടയിലെ ജീവനക്കാരന് ഷോക്കേൽക്കുകയും തുടർന്ന് ഷോക്കേറ്റ ജീവനക്കാരൻ എണ്ണപ്പാത്രം വെച്ചിരുന്ന ടേബിളിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. ഇതോടെ എണ്ണപ്പാത്രം മറിഞ്ഞു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. കരിവീരചന്തത്തിന്റെയും വാദ്യവിസ്മയത്തിന്റെയും എഴുന്നള്ളിപ്പുകളുടെ പ്രൗഢി കൊണ്ടും ആവേശം തീർത്ത കീഴൂർ കാർത്തിക മഹോത്സവം കൂട്ടിയെഴുന്നള്ളിപ്പിൽ 28 ഗജവീരന്മാർ അണിനിരന്നു. കുന്നംകുളം മേഖലയിലെ പ്രധാന പൂര മഹോത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് കീഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്യായനി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. തൃക്കാർത്തിക ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായി. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ പീച്ചിയിൽ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് 4 മണിയോടെ ദേശപൂരങ്ങളെല്ലാം ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി. 6 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകേട്ട 28 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. രാത്രി 7 മണിയോടെ 5 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, വേല ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. പുലർച്ചെ നടന്ന പൂരാവർത്തനത്തോടെ ഈ വർഷത്തെ കീഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്യായനി മഹോത്സവം സമാപിച്ചു. സംയുക്ത ഉത്സവ സമിതി പ്രസിഡന്റ് MV ബിനേഷ്, സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ PV അബീഷ്, മറ്റു ഭാരവാഹികളായ KV ആനന്ദൻ, വിമൽ, കുട്ടൻ, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യും. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.
ഫുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠഭാവയ്ക്ക് സ്വീകരണം നൽകി. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കായും മലങ്കര മെത്രാപൊലീത്തയുമായ ആബുൻമോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് UAE-യിലെ ഫുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി. ബുധനാഴ്ച വൈകിട്ട് പള്ളിയിലെത്തിയ ബാവയെ UAE പാത്രിയർക്കൽ വികാരി കുര്യാക്കോസ് മോർ യൗസേബിയോസ്, സഭാ ഭാരവാഹികൾ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് പള്ളിയിലേക്ക് സ്വീകരിച്ചു. പൂക്കളേന്തി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസികളും ബാവയെ പള്ളിയിലേക്ക് എതിരേറ്റു. ശ്രേഷ്ഠ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരവും മധ്യസ്ഥതാ പ്രാർത്ഥനയും നടത്തി. UAE പാത്രിയർക്കൽ വികാരി കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത, വന്യസ്ലീബ കാട്ടുമങ്ങാട്ട് കോർ എപ്പിസ്കോപ്പ, ബാവയുടെ സെക്രട്ടറി ഫാദർ ജോഷി ചിറ്റേത്ത്, ഫുജേറ വികാരി ഫാദർ എൽദോ ജോൺ, ഫാദർ ജോജോസ് കറിയ ജോൺ എന്നിവർ പ്രാർത്ഥനയിൽ സഹകാർമ്മികരായി. ബാവയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് സ്വീകരണത്തിന് ബാവ മറുപടി പ്രസംഗം നടത്തി. ഇടവകയിൽ നിന്നുള്ള സഭാദിന കവർ ബാവ ഏറ്റുവാങ്ങി. സ്വീകരണത്തിന് UAE പാത്രിയർക്കൽ വികാരി കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത, ഫുജൈറ വികാരി ഫാദർ എൽദോ ജോൺ, സോണൽ സെക്രട്ടറി സന്ദീപ് ജോർജ്, പള്ളി ട്രസ്റ്റി ദീപു എലിയാസ്, സെക്രട്ടറി ബിജു വർഗീസ്, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സോണൽ കൗൺസിൽ അംഗങ്ങൾ, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കീഴൂർ പൂരത്തിനിടെ സംഘർഷം, പോലീസ് ലാത്തി വീശി, 2 വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷം കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. സംഘർഷത്തെ തുടർന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്രമതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ആദ്യം പ്രവേശിപ്പിക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് ആദ്യം തർക്കം ഉടലെടുത്തത്. പിന്നീടാണ് സംഘർഷമുണ്ടായത്. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ 2025 ഡിസംബർ മാസം 9-10 തീയതികളിലായി പരിശുദ്ധനായ മോർ യാക്കോബ് മൊഫസ്കോയ സഹദായുടെ 157ാമത് തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാൾ ആചരിക്കുകയാണ്. പരിശുദ്ധന്റെ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ഇന്ത്യയിലെ ഏക ദേവാലയമാണ് തെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളി. ഈ പെരുന്നാളിന് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കൻ അബുൻമോർ ബസേലിയോസ് ജോസഫ് ബാവ കാർമ്മികത്വം വഹിക്കുകയാണ്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയും കൊച്ചി ഭദ്രാസനാധിപനുമായ അബുൻമോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് പെരുന്നാളിന്റെ ആദ്യ ദിവസമായ ഡിസംബർ മാസം 9 ചൊവ്വാഴ്ച രാത്രി 7:30 പള്ളിയിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകുന്നുണ്ട്. സ്വീകരണ പരിപാടികളിൽ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ ക്ലീമീസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത,
കോഴിക്കോട് ഭദ്രാസനാധിപൻ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത, UK ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ മാർ ഒസ്താത്യോസ് ഐസക് മെത്രാപ്പൊലീത്ത എന്നിവരുടെ മഹനീയമായ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ നിന്ന് പെരുന്നാൾ റാസ് ആരംഭിച്ച് തെക്കുമുറിയിൽ പോയി തിരിച്ച് സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിത കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി പള്ളിയിൽ തിരിച്ചെത്തും. തുടർന്ന് രാത്രി 7:30 പള്ളിയുടെ മുന്നിൽ നിന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കും അഭിമന്യ മെത്രാപ്പൊലീത്തന്മാർക്കും സ്വീകരണവും തുടർന്ന് സന്ധ്യാനമസ്കാരവും പൊതുസമ്മേളനവും ആശീർവാദം അത്താഴ സദ്യ എന്നിവ നടത്തപ്പെടുന്നു. ഡിസംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അഭിമന്യ മോർ ഐറേനിയസ് പൗലോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. തുടർന്ന് മോർ ബസേലിയോസ് എൽദോ ബാവായുടെ തിരുശേഷിപ്പിന് മുമ്പിൽ ധൂപപ്രാർത്ഥന, തുടർന്ന് സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളിയിലേക്ക് റാസ, പെരുന്നാൾ സന്ദേശം, ആശീർവാദം, നേർച്ച എന്നിവ നടത്തപ്പെടുന്നു. അന്ന് വൈകുന്നേരം 5 മണിക്ക് പള്ളിയിൽ പാച്ചോർ നേർച്ച വിളമ്പലും നടത്തപ്പെടുന്നു. ഇത്രയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പള്ളി വികാരിമാരായ ഫാദർ ബേസിൽ കൊല്ലാർ മാലി, ഫാദർ ഏലിയാസ് കീരിമോളയിൽ, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ K ജോർജ്, പള്ളി ഭരണസമിതി അംഗങ്ങൾ, ഭക്ത സംഘടനാ ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ NDA സ്ഥാനാർത്ഥി TA ഉല്ലാസ് ബാബുവിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണവും കണ്ടാണശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. കൂനമുച്ചി സെന്ററിലാണ് ഉല്ലാസ് ബാബുവിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണം നൽകിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി TA ഉല്ലാസ് ബാബു, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് സ്ഥാനാർത്ഥി ജോസഫ് തലക്കോട്ടുകര, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുഷ്മ അനിൽകുമാർ എന്നിവരെ തുറന്ന ജീപ്പിലാണ് സ്വീകരണ കേന്ദ്രമായ കൂനമുച്ചി സെന്ററിലേക്ക് ആനയിച്ചത്. തുടർന്ന് സെന്ററിൽ സജ്ജമാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്ഥാപനങ്ങളുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നൽകുന്നു. റോഡരികിലെ മരക്കൊമ്പൊടിഞ്ഞു വീണ് കാറിന്റെ ചില്ല് തകർന്നു. മറ്റം കൂനമുച്ചി റോഡിൽ പന്നിശ്ശേരി ഭാഗത്തുള്ള കൂറ്റൻ മാവിന്റെ ഉണങ്ങിയ കൊമ്പാണ് കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. കാറിന്റെ മുൻവശത്തെ ചില്ലിന് മുകളിലേക്ക് മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. വാഗ സ്വദേശി ശിവരാമന്റെ കാറിന്റെ മുകളിലേക്കാണ് ഉണങ്ങിയ മരക്കൊമ്പ് പൊട്ടി വീണത്. ഗ്ലാസ് പൂർണ്ണമായും തകർന്നുവെങ്കിലും കാറിലുണ്ടായിരുന്ന യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. യാത്രക്കിടെ അവിചാരിതമായാണ് മരക്കൊമ്പ് പൊട്ടി വീണതെന്നും അപകടത്തിൽ വാഹനത്തിന്റെ ചില്ല് പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലുമാണെന്ന് ശിവരാമൻ പറഞ്ഞു. റോഡരികിൽ നിൽക്കുന്ന പല മരങ്ങളുടെയും കൊമ്പുകൾ ഉണങ്ങി നിലം പൊത്താറായ നിലയിലാണ്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പോ വനം വകുപ്പോ ഇവ മുറിച്ചുമാറ്റി അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക വന്യജീവി സംരക്ഷണ ദിനം ആചരിച്ചു. വന്യജീവികൾ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും അവയുടെ സംരക്ഷണം മനുഷ്യന്റെ കടമയാണെന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന് പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികളെ കണ്ടെത്തി അവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന സ്കിറ്റ്, പ്രസംഗം എന്നിവ 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ PN പ്രീതി, വിനി വിൽസൺ, വിറ്റി C ചീരൻ, C ലതിക എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ഷൊർണൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കഞ്ചേരി അകമല ശാസ്താ ക്ഷേത്രത്തിന് മുന്നിലെ റെയിൽവേ ട്രാക്കിൽ ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കൽക്കരി കൊണ്ടുപോയിരുന്ന ഗുഡ്സ് ട്രെയിനിനാണ് വീൽ സ്ലിപ്പിംഗ് സംഭവിച്ചത്. അമിതഭാരത്തെ തുടർന്നാണ് വീൽ സ്ലിപ്പിംഗ് സംഭവിച്ചതെന്നാണ് നിഗമനം. ട്രാക്കിൽ പിടുത്തം കിട്ടാതെ വീലുകൾ വേഗത്തിൽ കറങ്ങുന്നതാണ് വീൽ സ്ലിപ്പിംഗ്. ഒടുവിൽ ഷൊർണൂരിൽ നിന്നും മറ്റൊരു എഞ്ചിൻ എത്തിച്ച് 10 മണിയോടെയാണ് ട്രെയിൻ അവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവം മൂലം 1 മണിക്കൂറോളം തൃശൂർ ഷൊർണൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കരുവന്നൂർ പുഴയിൽ ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. കരുവന്നൂർ ചെറിയപാലം ഗ്രീൻ ഗാർഡൻ സ്വദേശി അബ്ദുൾ സത്താറാണ് മരിച്ചത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് സമീപം മൂർക്കനാട് റോഡിലെ ആറാട്ടുകടവിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. ആറാട്ടുകടവിൽ ഇയാളുടെ വസ്ത്രം, ഫോൺ, ചെരുപ്പ് എന്നിവ കണ്ടെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി തിരച്ചിൽ നടത്തിയാണ് കടവിന് സമീപത്തു നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സെറ്റിംഗ് നടന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുന്നംകുളം മേഖലയിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സെറ്റിംഗ് നടന്നു. ടൗൺ ഹാളിൽ സ്ഥാനാർത്ഥികൾ അവരുടെ പേരുകൾ, ചിഹ്നങ്ങൾ തുടങ്ങിയവ സെറ്റിംഗ് ചെയ്തു. പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥികൾ ട്രയൽ വോട്ട് നടത്തി. റിട്ടേണിംഗ് ഓഫീസർമാരായ താര മനോഹരൻ, AP ഷോജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടന്നത്. സെറ്റിംഗ് നടത്തിയതിനു ശേഷം വോട്ടിംഗ് മെഷീനുകൾ ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിൽ പോലീസ് കാവലിൽ സൂക്ഷിക്കും. ചൊവ്വന്നൂർ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിനു വേണ്ടി LDF പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാദ്യഘോഷങ്ങളും കലാരൂപങ്ങളുമായി വെള്ളിത്തിരുത്തിയിൽ നിന്നും ആരംഭിച്ച റാലി പഴുന്നാന പള്ളിക്ക് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. NCP പഞ്ചായത്ത് പ്രസിഡന്റ് CV വിൽസൺ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിഡ്, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ, NCP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ ജലീൽ, ജില്ലാ പഞ്ചായത്ത് കാട്ടാക്കമ്പൽ ഡിവിഷൻ സ്ഥാനാർത്ഥി MV പ്രശാന്ത് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബബിൻ കണ്ണൻ, KS ജിനി എന്നിവർ സംസാരിച്ചു.